അനൂപേട്ട, ഇന്ന് രാവിലെ ചാനലുകളുമായി ചേട്ടൻ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിയുമായി സംബന്ധിച്ചാണ് നമ്മൾ ആ വിഷയം സംസാരിച്ചത്. ഇപ്പോ രഞ്ജിത്ത് രാജിവെക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. അപ്പോ താങ്കൾക്ക് അതിൽ ആ ഒരു താങ്കൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. രഞ്ജിത്ത് ശരിക്കും നിഷ്പക്ഷമായി രാജിവെക്കേണ്ടതല്ലേ? ഒന്ന് ജസ്റ്റ് ചുരുക്കി എന്ന് പറയാമോ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്? അത് ഇപ്പൊ ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത്. നമ്മളിപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ്. നടി ആക്രമിക്കപ്പെട്ടു, അതിനുശേഷം നടി സധൈര്യം വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ മുമ്പിൽ, അതായത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കടലാസിൽ എഴുതി കൊടുത്തു, പരാതി എഴുതി കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമവും പൊതുസമൂഹവും ഭരണകൂടവും ഒറ്റക്കെട്ടായിട്ട് ആ പെൺകുട്ടിയുടെ പിന്നിൽ അണിനിരുന്നു. ആ അണിനിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കുട്ടിക്ക് നീതി കൊടുക്കാൻ സാധിച്ചു. കുറ്റാരോപിതനായ ഒരു മനുഷ്യനെ 90 ദിവസം ദിലീപിനെ അകത്തിടാൻ സാധിച്ചു. അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന് മനസ്സിലായി ഇതുപോലത്തെ സമാനമായ പല കേസുകളും ഇതിനകത്ത് നടക്കുന്നുണ്ട്, അതൊന്ന് അന്വേഷിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നത്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് വരുന്ന സമയത്ത് എന്താ പറയാ, പശ്ചിമ ബംഗാൾ പോലത്തെ ഒരു സ്ഥലത്ത്, അതായത് രാഷ്ട്രീയ വിദ്യാഭ്യാസം നന്നായി കിട്ടുന്ന കൽക്കട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളരുകയും കൃത്യമായ സാമൂഹിക സാംസ്കാരിക നിലപാടുകളോടുകൂടെയൊക്കെ അതിനോടൊക്കെ സംബന്ധിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവര് കേരളത്തിൽ വന്ന് ഒരാളെ കുറിച്ച്, അത് രഞ്ജിത്തിനെ കുറിച്ച് ഒരു ചാനലിനകത്ത് ഇങ്ങനൊരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് മുഖവിലയ്ക്ക് എടുക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലല്ലോ. ഇത് വളരെ കൃത്യമായ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായാലും വിദ്യാഭ്യാസവും വിവരവും സാംസ്കാരിക ലോകത്ത് അറിയപ്പെടുന്നതുമായ ഒരു ലേഡി വന്ന് സംസാരിക്കുമ്പോൾ അതിനർഹിക്കുന്ന പരിഗണനയോടെ നമ്മൾ മൈൻഡണം. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടത്തെ ഒരുപാട് പ്രഷറിലാക്കാതെ നമ്മൾ സ്വമേധയാ രാജിവെച്ച് പോവുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ധാർമ്മികത. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ചേട്ടാ, മറ്റൊരു കാര്യം കൂടെ, ഇപ്പോ അനിലേട്ടനൊക്കെ മലയാള സിനിമയിൽ അത്യാവശ്യം നിറഞ്ഞു നിന്ന് അത്യാവശ്യം പടങ്ങൾ ഉണ്ടായിരുന്ന ഒരു നടനാണ്. ഈ 15 അംഗ സംഘം ഒരുപാട് പേരെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്തിയ അതിൽ താങ്കളും പെടുന്നു. പിന്നെ അതിനകത്ത് അകറ്റി നിർത്തുക, ഇപ്പൊ എന്നെ അകറ്റി നിർത്തുക എന്നുള്ളതല്ല. ഞാൻ അഭിനയിക്കാനായിട്ട് അഡ്വാൻസ് മേടിച്ച ഒരുപാട് പടങ്ങള് പിന്നെ അവരെന്നെ വിളിക്കാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് കാശ് മേടിക്കാതിരുന്നിട്ടുണ്ട്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മളോട് കൃത്യമായ എന്താ പറയാ, വളരെ കൃത്യമായി ദിലീപ് അടങ്ങുന്ന കുറച്ച് ആൾക്കാരോട് ചേർന്നിട്ട് നമ്മുടെ ആ പടങ്ങളും അവസരങ്ങളും ഒക്കെ തട്ടിത്തെറിപ്പിച്ചായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി കുറേയധികം കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുള്ള ദീർഘനിൽക്കുന്ന ആൾക്കാര് തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. കേട്ടില്ല. കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഈ മലയാള സിനിമാ രംഗത്ത് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച നടന്മാരും നടികളും അവരിങ്ങനെ പറയാൻ വീർപ്പുമുട്ടി നിൽക്കുകയായിരുന്നു. ഈ റിപ്പോർട്ട് വന്നു, ജനങ്ങളെ മുന്നിൽ വന്നു കഴിഞ്ഞ് അവർ അങ്ങനെ വീർപ്പുമുട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ വീർപ്പുമുട്ടലിനല്ല. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് പ്രതിഷേധിക്കേണ്ടതുമായ ആൾക്കാര് എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ റിപ്പോർട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ അടച്ചല്ല, എല്ലാവരും കൂടെ അല്ല, ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പൊ സാംസ്കാരിക മന്ത്രി ചില നടത്തുന്ന പ്രതികരണങ്ങൾ ശരിയാണെന്ന് നിഷ്പക്ഷമായി താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം വേറൊരു ആസ്പെക്റ്റിലാണ്. കാര്യം ഈ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണ് രഞ്ജിത്ത് ചേട്ടൻ. അദ്ദേഹം ആ ഒരു വൈകാരികമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. പക്ഷെ ഇദ്ദേഹം, ഞാൻ പറയല്ലേ, സ്വാഭാവികമായി ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ, ഇതുപോലത്തെ ഒരു സ്പേസിൽ നിന്ന് വരുമ്പോൾ, അപ്പൊ സ്പേസിൽ നിന്ന് വന്ന ഒരു അഭിപ്രായം ഒരു സ്ത്രീ പറയുമ്പോൾ, ഒരു പരാതി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അത് അന്വേഷിക്കേണ്ടതാണ്.
ഇനിയിപ്പോ മാറ്റി നിർത്തുന്നില്ല എങ്കിൽ തന്നെയും അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകേണ്ടതാണ്. അമ്മ രണ്ടു തട്ടിലായി എന്ന് തോന്നുന്നുണ്ടോ? അമ്മ എന്ന സംഘടന ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി സംഘടനയാണ്. അതിന് ഈ പറയുന്ന പ്രബുദ്ധതയോ അല്ലെങ്കിൽ പ്രൗഢഗംഭീരമായ പാണ്ഡിത്യമോ അങ്ങനെ ഒന്നും ഉള്ളൊരു ആൾക്കാരുടെ ഇതൊരു എന്റർടൈനിങ് നടീനടന്മാരുടെ ഒരു സംഘടനയാണ്. പക്ഷെ അതിനകത്ത് അല്ലാത്ത കുറച്ച് ഇന്റലക്ച്വൽ ലെവലിലുള്ള ആൾക്കാരും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഭൗതിക നിലവാരത്തിൽ കീറി മുറിച്ച് അനലൈസ് ചെയ്യാനുള്ള ശേഷിയൊന്നും ഉള്ളവരായിരിക്കുകയാണ് ചിലപ്പോൾ ആയിരിക്കും. ഒരു പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരാളെന്ന നിലയിലായിരിക്കും നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് അമ്മ അങ്ങനെ രണ്ട് തട്ടിലൊന്നും ആയിട്ട് അങ്ങനെ രണ്ട് തട്ടിലോ മൂന്ന് തട്ടിലോ ഒന്നുമല്ല. ഈ വിഷയത്തെ നമ്മൾ കണ്ടത് അമ്മ അസോസിയേഷന് മുമ്പ് വന്ന പരാതി വന്നാൽ അമ്മ അസോസിയേഷൻ അന്വേഷിക്കണം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ താങ്കളോട് പറയുന്നു. സിനിമ എന്ന് പറയുന്നത് നടന്റെ കലയല്ല. സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ കലയാണ്. അപ്പൊ സംവിധായകൻ ആണ് ഒരു സെറ്റിന്റെ പരിപൂർണ അധിപതി എന്ന് പറയുന്നത്. അതിന്റെ അധിപൻ എന്ന് പറയുന്നത് സംവിധായകനാണ്. അപ്പൊ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി സംവിധായകർക്കാണ്. അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ച ആധികാരികമായിട്ടുള്ള വിവരം ഇത് പറയേണ്ട ഉത്തരവാദിത്വം ഫെഫ്ക ഡയറക്ടർ അസോസിയേഷനാണ്. പക്ഷെ ഇതുവരെ ഫെഫ്ക മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് അവരെന്താ പറയാത്തെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഫെഫ്ക ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വർത്തമാനവും ഫെഫ്ക പറഞ്ഞിട്ടില്ല. ചേട്ടാ, ഇത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അതായത് സർക്കാരിന് നൽകിയ ഈ റിപ്പോർട്ടിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു നിയമവും കാര്യങ്ങളും ഒക്കെ സർക്കാർ നടപ്പിലാക്കിയാൽ ക്രിയേറ്റിവിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണ് സിനിമ. അവിടെ ഈ നിയമങ്ങളൊക്കെ നടപ്പാകും എന്ന് കരുതാൻ പറ്റുമോ? അല്ല, ഞാനൊരു കാര്യം പറയാം. സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു സ്വതന്ത്രമായ വായു സഞ്ചരിക്കേണ്ട ഒരു മേഖലയാണ്. സ്വതന്ത്രമായ വായു, അത് നിയമങ്ങളും പിടിവാശികളും കർശന നിർദ്ദേശങ്ങളും ഒന്നും അങ്ങനെയല്ല. സ്വതന്ത്രമായ ചിന്തയും സ്വതന്ത്രമായ ധാരണകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനമാണ് സിനിമ. പക്ഷെ സിനിമ അതിനെ വെച്ചുകൊണ്ട് ചിലരെ മുതലെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങൾ വേണ്ടി വരികയല്ലേ? തീർച്ചയായും അനുവേട്ട, ഈ വിഷയത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. വിഷയം ഉണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കും. ഓക്കെ, താങ്ക് യു.